ഹലോ ഗായ്സ്, ഇന്നൊരു വാട്ട ഡേ ആണ്. ഞാൻ എൻ്റെ വട്ടവട ട്രിപ്പിൻ്റെ 2 ദിവസങ്ങളിൽ എന്തൊക്കെ കഴിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത്. വെളുപ്പിന് 5:30 തൊട്ട് ഉച്ചയ്ക്ക് 12 വരെ ബസ് യാത്ര ആയതുകൊണ്ട് കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. ബ്രെഡും ജാമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് കഴിച്ചില്ല. ആകെ നട്സ് മാത്രമാണ് ആകെ കഴിച്ചത്. ഈ ട്രിപ്പിൻ്റെ ഒക്കെ സമയത്ത് നമുക്ക് അങ്ങനെ കൂടുതൽ ഹെൽത്തി ഡയറ്റ് ഒന്നും ഫോളോ പറ്റൂലെങ്കിൽ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. 12 മണിക്കാണ് ലഞ്ച് കഴിക്കുന്നത്. അത് നമ്മുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയുള്ളൊരു ഹോട്ടലിൽ നിന്ന് മീൽസാണ് കഴിക്കുന്നത്. ചോറ്, ബീട്രൂട്ട് കറി, പിന്നെ സാമ്പാർ, തോരൻ, കിച്ചടി, പച്ചടി, പപ്പട, അച്ചാർ, അങ്ങനെ വേറെ എന്തൊക്കെ കറികളൊക്കെ കൂട്ടി വെജിറ്റേറിയൻ മീലാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ലഞ്ചിൽ തീർത്ത്. അതുകൊണ്ട് ലഞ്ച് അത്യാവശ്യം ഹെവി ആയിട്ടാണ് കഴിച്ചത്. ഒരു ആവറേജ് ഫുഡ്. അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് സേമിയ പായസം കൊണ്ട് കിട്ടിയായിരുന്നു. അപ്പോൾ ലഞ്ച് അടിപൊളിയായിരുന്നു. അതിന് ഞങ്ങൾ സ്ട്രോബെറി ഫാം വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ആൻറ്റി കുറച്ച് ഒരു ബൗളിൽ സ്ട്രോബെറീസ് നമുക്ക് വെറുതെ കഴിക്കാൻ തന്നായിരുന്നു. അപ്പോൾ അത് കഴിച്ചായിരുന്നു അവിടെ വെച്ച് തന്നെ. ഓൾറെഡി തിന്നാട്ടോ നിങ്ങൾ. അവിടുത്തെ ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പറിച്ച് തന്നേക്കണം. കാരണം നല്ല ജ്യൂസി, നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ആൻറ്റി നമുക്ക് സ്ട്രോബെറി സ്പെഷ്യൽ വൈൻ, അവർ സ്ട്രോബെറി കൊണ്ട് ഉണ്ടാക്കിയേക്കണ വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. ഒരു ഗ്ലാസ് വീതം എല്ലാവർക്കും തന്നായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല മധുരം, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു റീഫ്രഷിങ് ഞങ്ങൾക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ആയിരുന്നു. സ്പെഷ്യൽ ഞങ്ങളത് കുറച്ച് മേടിക്കുകയും ചെയ്തു ഒരു കുപ്പിയിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവർ സ്ട്രോബെറിയുടെ സ്പെഷ്യൽ ജാമും കൂടി ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. സ്ട്രോബെറി ഉണ്ടാക്കുന്ന ജാമായിരുന്നു, അതും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നായിരുന്നു. അതും സൂപ്പറായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ ടേസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റിസോർട്ടിൽ എത്തിക്കുന്നത്. അപ്പോൾ അവിടുത്തെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് മാംഗോ ജ്യൂസ് തന്നായിരുന്നു അവർ. മാംഗോ ജ്യൂസ് ആയിരുന്നു വെൽക്കം ഡ്രിങ്ക്. വൈകുന്നേരം അപ്പോൾ നല്ല തണുപ്പായി. അപ്പോൾ ഞങ്ങൾക്ക് കട്ടൻ ചായയും റസ്ക്കും ആയിരുന്നു വൈകുന്നേരം ഒരു 6 മണിക്ക്. അപ്പോൾ കട്ടൻ ചായ കുടിച്ചപ്പോഴത്തേക്ക് കുറച്ച് തണുപ്പിന് ഇത്തിരി ആശ്വാസം കിട്ടി. ഒരു 8 മണിയപ്പോഴത്തേക്ക് ഡിന്നർ തന്നു. ഡിന്നറിന് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറി ആയിരുന്നു. നല്ല ചൂടുണ്ടായി, നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോറ് കുറച്ച് വെന്തിട്ടില്ലായിരുന്നു എന്നൊരു പ്രശ്നം. സാലഡും പിക്കിളും ഉണ്ടായിരുന്നു. ചിക്കൻ കറി സൂപ്പറായിരുന്നു. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും മുട്ടക്കറിയാണ്. ഇത് തേങ്ങ കൊണ്ടുണ്ടാക്കിയ പുട്ടല്ല, ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയ പുട്ടാണ്. അവിടെ തന്നെ ഓർഗാനിക് ക്യാരറ്റ് കൊണ്ടുണ്ടാക്കിയേക്കണ പുട്ടും പിന്നെ മുട്ടക്കറിയും സൂപ്പറായിരുന്നു. അത് ഞങ്ങൾ 11 മണിക്കാണ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല ശരിക്കും. ഇത് തന്നെയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ബ്രഞ്ചും ലഞ്ചും എല്ലാം ഇത് തന്നെയാണ്. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് തിരിക്കുന്ന കാരണം ലഞ്ചൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ഹെവി ആയിട്ട് കഴിച്ച് ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇതാണ് കഴിക്കണത്. അപ്പോൾ നല്ല വിശപ്പുണ്ടായി. അപ്പോൾ നന്നായിട്ട് കഴിച്ച്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം 8 മണിക്കാണ് ഡിന്നർ കഴിച്ചത്. പിന്നെ രാവിലെ 5 മണിക്ക് നീറ്റ് ഇത്രയും ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അതിനൊന്ന് ഫ്രഷപ്പ് ഒക്കെ ഫുഡ് കിട്ടിയപ്പോൾ 11 മണിയായി. അതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് കഴിച്ചു. നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്കാണ് റിട്ടേൺ ബസ്. അപ്പോൾ നമ്മൾ 12:30 ബസ്സിൽ കയറി ഇരിക്കണം. അതുകൊണ്ട് എന്തായാലും ആ സമയത്ത് ലഞ്ച് കഴിക്കാൻ പിന്നെ പറ്റൂല, വിശപ്പ് അറിയാൻ പിന്നെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ഹെവി ആയിട്ട് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് ഇത് അങ്ങോട്ട് രണ്ടും കൂടി ആയിട്ട് ഹെവി ആയിട്ട് കഴിച്ചു. ആണ് നമ്മൾ 1 മണിക്ക് റിട്ടേൺ ചെയ്തു. വട്ടവട ട്രിപ്പിൻ്റെ സമയത്ത് ഞാൻ ഇത്രയൊക്കെയാണ് കഴിച്ചിട്ടുള്ളത് മൊത്തം.